യമ്മി. എന്താണ് കാലേ എനിക്കൊരു വല്ലായ്മ? വേഗം പോ, നമുക്ക് മൂന്നാം കല്ലിൽ എഴുത്താളേന്ന്. എനിക്കൊരു ഉഷാരിട്ടനായിട്ട് നമ്മളൊരു പാട്ട് പാടിത്തരാം. ഉരുകി ഉരുകി പോകുതരീ അല്ലാ, ഉരുകി ഉരുകി പോകുതരീ നീനാനേ. ഈ വെയിലത്ത് നമ്മൾ ഉരുകി തിരുന്നാണ് തോന്നുന്നത്. 2 മിഠായി കൊണ്ടുപോയി ഗോപന്റെ വീട്ടിൽ കൊടുക്കണമെന്ന് മാത്രം മൊയിലാളി പറഞ്ഞു. കാളക്കുട്ടന്മാര് പോലും വലിക്കാത്ത ഈ കൂട്ടം മിഠായിയാണ് നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടത്. ഈ വെയിലത്ത് നമ്മളും കാളക്കൂട്ടരും എല്ലാം കൂടി തളർന്നൊടിഞ്ഞ് വീഴുമെന്നാണ് തോന്നുന്നത്. പറ്റോനെ കാത്തോളനെ. കാതർക്ക് ഇനി വരുന്നു തോന്നുന്നില്ല. നമുക്കൊന്ന് പോയി നോക്കിയാലോ? കാതർക്ക് വന്നോളും, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? ദേ ഒരു കാളവണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നു. കാതർക്ക് എന്ന് തോന്നുന്നു. അവൻ നിരങ്ങി വരണുണ്ട് കള്ള കാതർ. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു കാതറെ? കാലത്തെങ്ങാണ്ട് പോന്നെന്ന് പറഞ്ഞതാണല്ലോ. എന്താ കാതർക്ക്, എന്താ വൈകിയത്? ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ പുലിച്ചു, നമ്മൾ കാറിയിലൊന്നല്ലേ വന്നത്, കാലവണ്ടിയിലാണ്. കാലക്കുട്ടന്മാരെ വലിച്ചു വിടുമ്പോഴേ എത്തണ്ടേ. ഇങ്ങനത്തെ വർത്താനം പറയണത്. പിള്ളേര് കാത്തിരുന്ന് ക്ഷീണിച്ചു. നിന്നോട് 3 കൊണ്ടുവരാൻ പറഞ്ഞിട്ട് 4 കിൻഡർ ജോയ് കൊണ്ട് വന്നേക്കാം. എന്റെ കാശൊന്നുമില്ല തരാൻ. ഞാനാ മാമ 4 ഓർഡർ ചെയ്തത്. എനിക്ക് ഒരെണ്ണം വേണ്ടേ? മാമൻ പറഞ്ഞത് റൂബിക്കും അമ്മാളിനും മണിക്കുട്ടിക്കാ. എനിക്കും കൂടി വേണം. ഞാൻ പറഞ്ഞിട്ടോ 4 കൊണ്ടുവന്നത്. കാതിർക്ക കാശ് നാച്ചൻ്റെ വെച്ച് തന്നോളാം. ആൻറ്റി എനിക്ക് വേണം. ഒന്ന് 2 3 4 എല്ലാരും ബ്ലൂ എഡിഷൻ ആണല്ലോ. കാതർക്ക എനിക്ക് ഇഷ്ടപ്പെട്ടതാ ബ്ലൂ എഡിഷൻ. ഇതിൽ നല്ല കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും മാമ. ഇത് 4 ഞാൻ എടുത്തോട്ടെ മാമ. ആ ചോദിച്ചാൽ ശരി, നമുക്ക് റോക്കം കാശ് കിട്ടണം. ഗേൾസിന്റെ കിൻഡർ ജോയ് വാങ്ങാൻ എന്താ കാതർക്ക? എനിക്ക് ഏതായാലും മതി. ഇതിലാണ് കൂടുതൽ ടോയ്സ് ഉണ്ടാകുക. നമ്മന്റെ കാശ് കാതർക്ക് ധൈര്യമായിട്ട് പൊക്കോ. കാശൊക്കെ മാമൻ തന്നോളൂ. ജയിച്ചു പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്റെ മാമൻ നമ്മളെ ഒരുപാട് കബൂറാക്കിയിട്ടുള്ളതാണ്. വയനാട്ടിനുള്ളിൽ കാശ് നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ വണ്ടിയും വിളിച്ചു വരും. അതിന്റെ കാശ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാതറേ ഇജി പേരം വെച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ പറഞ്ഞ അമ്മ വേഗം കാശുണ്ടാക്കിക്കോ. കാതർക്ക പറഞ്ഞതാ, അല്ലെങ്കിൽ കാതർക്കാക്ക് വണ്ടി കാശും കൊടുക്കേണ്ടി വരും. അങ്ങനെ വല്ല നല്ല ബുദ്ധിയും പറഞ്ഞു കൊടുക്കുമോനി. നിങ്ങൾക്ക് എന്താ മനുഷ്യ പട്ടായോ? ഇത്രയും കിൻഡർ ജോയ് വാങ്ങിയിട്ട് ആര് കാശ് കൊടുക്കാനാ? ഇത് എനിക്ക് വേണം, ഇത് എനിക്ക് വേണം, ഇത് എനിക്കും വേണം. എന്നാ പിന്നെ ഇത് എനിക്കും വേണം. ആ കണ്ടില്ലേ, ഒരെണ്ണം ഞാൻ കുറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇവിടെ കൂട്ടത്തല്ലായാനെ. ആദ്യം റൂബിയുടെ കിൻഡർ ജോയ് പൊട്ടിച്ച് നോക്കാം. എനിക്ക് നല്ല കളിപ്പാട്ടോടൊന്ന് നോക്കാലോ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നല്ല ടോയ് ആയാ മതിയായിരുന്നു. എന്താ റൂബി, നിനക്ക് ഏത് ടോയാ കിട്ടിയത്? പറയാ. ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് നോക്കട്ടെ. ഈ കടലാസ് നിവർത്തി നോക്കട്ടെ എന്താണെന്ന്. ഇത് റോബോട്ടാണെന്ന് തോന്നുന്നല്ലോ. ആഹാ, വൗ, സൂപ്പർ. ഇങ്ങനെ വെക്കാം. റോബോട്ട് റെഡിയായി. ഇഷ്ടായി, നല്ല രസമുണ്ട് കാണാൻ. വാവ്, നിന്റെ കുഞ്ഞു റോബോട്ട് കാണാൻ നല്ല രസമുണ്ട്. അടുത്തത് ആരെയാ വിളിക്കുന്നേ? എന്റേതായാലോ? എന്റെ നല്ല സൂപ്പർ ആയിരിക്കും. വേണ്ട, അടുത്ത എന്റെയാണ്. എനിക്ക് വിളിക്കാം ആന്റി. സാധനം പന്നിക്കുട്ടിയാണോ? അല്ലല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല എന്തുട്ടാണ്. ഇതെന്താണോ? പക്ഷെ എനിക്ക് റൂബി ചേച്ചിയുടെ കളിപ്പാട്ടാ
ഇഷ്ടായത്. എന്റെ കളിപ്പാട്ട് ഞാൻ തരില്ല, ഓരോരുത്തർക്ക് കിട്ടിയതങ്ങ് എടുത്താ മതി. അത് ശരിയാ, എന്റെ കളിപ്പാട്ടം ഞാനും തരില്ല. എന്റെ സൂപ്പർ ആയിരിക്കും, നോക്കിക്കോ. നമ്മള് നിന്റെ കളിപ്പാട്ടം നോക്കട്ടെ, പൊട്ടിക്കാറ്റി. ഇവരുടെ കൈത്തറി കൂടി നോക്കിയിട്ട് വേണം എന്റേത് പൊട്ടിക്കാൻ. ഇവർക്കൊക്കെ കിട്ടിയത് കേട്ടില്ലേ, കുഞ്ഞി കുഞ്ഞി ബാക്കാൻ ട്രൈകള്. വേഗം ആവട്ടെ ആറ്റി. ഇതെന്താ ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ, കുറെ പാർട്സ് ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി എന്താണ്. എന്തെന്നാ നീ പറ. ഞാൻ ഇപ്പൊ പറയാം. ദേ നോക്ക്, ഹിറ്റാച്ചി. ഹിറ്റാച്ചിയോ? ഇത് JCB അല്ലേ? ഇത് JCB ഒന്നല്ല മണ്ടി, ഇതിന്റെ പേര് ഹിറ്റാച്ചി എന്നാ. ഇത് പാടത്തും പറമ്പിലും ചെളിയിലും ഒക്കെ ഉപയോഗിക്കുന്നതാ. JCB എന്ന് വെച്ചാൽ അതല്ല, നിനക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇവരെക്കാളും നല്ല ടോയ് എനിക്കാ കിട്ടിയത്. എനിക്ക് ഇഷ്ടായി. പിന്നെ എന്റെ കിൻഡർ ജോയ് ഓപ്പൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതിലായിരിക്കും നല്ല ടോയ് ഉണ്ടാകുക. എന്നാലും നിന്റെ ഹിറ്റാച്ചി നല്ല രസമുണ്ട്, അത് എനിക്ക് തരും അമ്മാളൂ. ഞാൻ തരില്ല, നീ വേണമെങ്കിൽ റൂബിയോട് ചോദിക്കും. ഞങ്ങളൊന്നും തരില്ല, നീ വേണമെങ്കിൽ നിന്റെ കിൻഡർ ജോയ് വേഗം ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ ആർക്ക് വേണം നിങ്ങളുടെ തട്ടിക്കൂട്ട് ടോയ്സ്? ഒരു ഹിറ്റാച്ചി കണ്ടില്ലേ, പിന്നെ കുറെ കുഞ്ഞി പീക്കരാട്ടി ടോയ്സും. എനിക്ക് നല്ല ടോയ് ആയിരിക്കും, നോക്കിക്കോ. അയ്യോ, ഇതെന്താ തുമ്പിയോ? എനിക്ക് ഏറ്റവും കുഞ്ഞാണെന്നാ തോന്നുന്നത്. എനിക്ക് തുമ്പിയാണല്ലോ കിട്ടിയത്. ഇത് തുമ്പിയല്ല മക്കളെ, നോക്കിയേ, എനിക്ക് കിട്ടിട്ടോയി കണ്ടോ? ഇവിടെ എവിടെ നോക്കട്ടെ. ആരും തൊടണ്ട, ഈ ടോയ് എനിക്ക് തന്നെ വേണം. ദാ നോക്ക്, ബാറ്റ്മാൻ, പച്ചക്കളർ ബാറ്റ്മാൻ കണ്ടോ? ഇത് വെറൈറ്റി ടോയാ, ഇത് എനിക്ക് മാത്രം കിട്ടി. ഞങ്ങളുടെ വെറൈറ്റി ടോയ്കളാ. ഇതെങ്ങനെയാണോ കണക്ട് ചെയ്യുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഈ ചിറകുകൾ എവിടെ കേട്ടു? ഓ, ഇവിടെ രണ്ട് ഓട്ടയുണ്ട്, ഇതിൽ കയറ്റി കൊടുക്കാം. ആ, ഇങ്ങനെ തന്നെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയാണ്. വാവ്, ബാറ്റ്സ്മാന്റെ ചിറക് ഞാൻ പിടിച്ചു. എന്ത് ഭംഗിയാ കാണാൻ. എനിക്ക് സൂപ്പർ ടോയാ കിട്ടിയത്. അല്ലെങ്കിൽ ഈ ബിച്ചുവിന് എപ്പോഴും നല്ല ടോയ്സാ കിട്ടുന്നത്, നമുക്കാണെങ്കിലോ കൊള്ളില്ലാത്തതും. അതാ ബിച്ചുവിന്റെ പവർ. ഇത് നോക്കി ആരും കാണണം, ഞാൻ ആർക്കും തരുള്ളൂ. ഞാനിവിടെ എടുത്തു വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ടുപോകും. ഇത് കണ്ടിട്ട് തന്നെ പേടിയായിട്ട് പാടില്ലല്ലോ. ഇവിടെ വെക്കണ്ട, ഇത് ആർക്കെങ്കിലും വേണോ ഈ ടോയ്? ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഞങ്ങൾക്ക് ആർക്കും വേണ്ട, അത് നീ തന്നെ എടുത്തോ, ആ കുട്ടിച്ചാത്തൻ ടോയ്. എന്താ ടോബി, നിനക്കും പേടിയാവുന്നുണ്ടോ? ഇത് ശരിക്കും കുട്ടിച്ചാത്തനാണെന്ന് തോന്നുന്നു. ഈ ടോയ് എനിക്ക് വേണ്ട, ഞാൻ പോകുക. ആര് വേണമെങ്കിലും എടുത്തോ. മാമൻ എടുത്തോ ഈ ടോയ്. പോടാ. നമുക്കൊക്കെ നല്ല ടോയ്സ് കിട്ടിയില്ലേ? ബിച്ചിന് കിട്ടിയത് കേട്ടോ, കൊള്ളില്ലാത്ത ടോയ്. അതെ, കുട്ടിച്ചാത്തൻ ടോയ്. ആന്റി ഇത് കണ്ട് ഇവരുടെ കാലിയാക്കുന്നു. മതി, എല്ലാവരും ഇവിടെ പോയിരുന്നേ. ഞാൻ ഇതുകൊണ്ട് ഷേക്ക് അടിക്കാൻ പോവാ. ആർക്കൊക്കെ വേണം കിൻഡർ ജോയ് ഷേക്ക്? കിൻഡർ ജോയ് ഷേക്കോ? എനിക്ക് വേണം. ഞങ്ങൾക്കും വേണം. ശരി, എങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കും എല്ലാവരും.